കേരള രാഷ്ട്രീയത്തിൽ ചാണക്യതന്ത്രങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിറഞ്ഞാടുമ്പോൾ വിറക്കുന്നത് ഭരണപക്ഷമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ കൊടുക്കാൻ CPM പടച്ചുവിട്ട ചിത്രം ഒടുവിൽ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു. അടൂർ പ്രകാശിനെ തൊട്ടാൽ വിരൽ നീളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണെന്ന സതീശൻ്റെ പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കള്ളന്മാരെ പിടിക്കുന്നതിന് പകരം ആ കേസിലെ ഒന്നാം പ്രതിയുമായി ചേർത്ത് UDF കൺവീനർ അടൂർ പ്രകാശിനെ പുകമറയിൽ നിർത്താനാണ് സർക്കാർ ശ്രമിച്ചത്. പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം അടൂർ പ്രകാശ് നിൽക്കുന്നൊരു ചിത്രം പുറത്തുവിട്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാമെന്നായിരുന്നു CPMൻ്റെ കണക്കുകൂട്ടൽ. മാധ്യമങ്ങളും ഈ വാർത്തയ്ക്ക് പിന്നാലെ പോയതോടെ കോൺഗ്രസ് പ്രതിസന്ധിയിലാകുമെന്ന് പലരും കരുതി. എന്നാൽ അവിടെയാണ് വി.ഡി. സതീശൻ എന്ന ചാണക്യൻ്റെ ഉദയം നമ്മൾ കണ്ടത്. അദ്ദേഹം ഒരു പടി കൂടി കടന്ന് വെല്ലുവിളിച്ചു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ അതിനു മുൻപിതാ ഈ ചിത്രങ്ങൾ നോക്കൂ. അതേ പ്രതിക്കൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രം ഉയർത്തിക്കാട്ടിയാണ് സതീശൻ തിരിച്ചടിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയാകുന്നതിന് മുൻപാണ് ഈ ചിത്രങ്ങൾ എടുത്തത് എന്ന വളരെ ലളിതമായ യുക്തിയിലൂടെ സതീശൻ CPMൻ്റെ തിരക്കഥ പൊളിച്ചടക്കുകയായിരുന്നു. സതീശൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾക്ക് അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുക്കാൻ അനുമതി നൽകിയതാരാണ്? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് പിണറായി വിജയനെയാണെന്ന സതീശൻ്റെ വാക്കുകൾ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഇതോടെ അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്യണമെന്നറിയാതെ കാട് കയറുന്ന ഒരവസ്ഥയിലാണ്. പോലീസ് സംവിധാനത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്ന പിണറായി സർക്കാരിൻ്റെ രീതിയെ സതീശൻ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. പോലീസിനെ അഴിച്ചിട്ടിരിക്കുകയാണെന്നും അവർക്ക് മുകളിൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല എന്നും അദ്ദേഹം തിരിച്ചടിച്ചു. അന്വേഷണം ശരിയായ ദിശയിൽ പോയാൽ CPMൻ്റെ പല ഉന്നത തലപ്പത്തുള്ളവരും കുടുങ്ങുമെന്നുറപ്പായതോടെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് സതീശൻ സമർത്ഥിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ കൊടുക്കാൻ വന്നവർ ഇപ്പോൾ സ്വയം കുഴിയിൽ വീണിരിക്കുകയാണ്. വി.ഡി. സതീശൻ്റെ കൃത്യമായ ഇടപെടലോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സർക്കാരിൻ്റെ കഴുത്തിലെ കുരുക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സത്യം മൂടിവെക്കാൻ ഇനി എത്ര ശ്രമിച്ചാലും അത് പുറത്തു വരുമെന്നൊരു ഓർമ്മപ്പെടുത്തലുമായി സതീശനെത്തുമ്പോൾ പോലീസ് ആകെ കുഴയുമെന്നുള്ളതിൽ സംശയമില്ല. സതീശൻ്റെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം. ജയിലിലേക്കുള്ള ക്യൂല അതിന് ബാക്കിയുള്ളവരെ കൂടി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന വൃദ്ധാശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം, അവരുടെ പാർട്ടിയോടുള്ള ചോദ്യം, അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അതാണ് ചോദ്യം. നടപടി സ്വീകരിക്കാത്തത് അവർ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തും എന്നുള്ള ഭയം കൊണ്ടാണ്. അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിപ്പോ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു. ഒരാളെ UDF ഒരു അംഗത്തെ സ്വാധീനിക്കാൻ 50 ലക്ഷം രൂപയാണ് ആളെ പുറത്തു കളഞ്ഞു. ആൾ അപ്പുറത്ത് വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ കൊടുത്ത്. ഇത് തന്നെയാണ് മറ്റത്തൂരിൽ നടന്നത്. ജനാധിപത്യത്തെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക, എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ BJP രീതിയിൽ പരിശ്രമിക്കുക. CPM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അവിടെയും മറ്റത്തൂരിലും കണ്ടത്. മറ്റത്തൂരിലും വടക്കാഞ്ചേരിയിൽ കണ്ട അതേ കാര്യമാണ് നടന്നത്. എന്നിട്ട് തെറ്റായ പ്രചരണം കൊടുത്തു. 8 കോൺഗ്രസ് അംഗങ്ങൾ BJPയിൽ ചേർന്നു. ഒരു കോൺഗ്രസ് അംഗവും BJPയിൽ ചേർന്നില്ല എന്ന് ഞാനാ പറഞ്ഞത്. ഒരാളും പോയിട്ടില്ല. ഒരാൾ തൊടുപുഴയിൽ 16 വയസ്സുള്ള മകൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അയാളുടെ ഉമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒരു മരിച്ചുപോയ സഖാവിന്റെ ഭാര്യയായിരുന്നു. അവർക്കൊരു സാധാരണ ജോലി, ഒരു കുടുംബം പുലർത്തുന്ന ആ ജോലി വെച്ചിട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി 16 വയസ്സുള്ള മകൻ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട പാർട്ടിയാണ് CPM. ആലോചിച്ച് നോക്കി ഏത് തരത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി RSSനെ പ്രതിരോധിക്കുന്നത് CPM ആണെന്ന് പറയാൻ നല്ല തമാശ. RSSന്റെ കൂടി പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് 77 ജയിച്ചു വന്ന MLA ആണ് ശ്രീ പിണറായി വിജയൻ. ആരോരും അറിയാതെ ഔദ്യോഗിക കാറ് മാറ്റി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളുമായി ചർച്ച നടത്തിയ നേതാവാണ് പിണറായി വിജയൻ. BJP സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി അജിത് കുമാരെ വിട്ട് പൂരം കലക്കിയ ആളാണ് പിണറായി വിജയൻ. BJPക്ക് ജയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതാണ്. CPI നേതൃത്വം പോലും അത് പറഞ്ഞല്ലോ. അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, വേറെ ഗൂഢാലോചന ഉണ്ടായി എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ PM ശ്രീയിൽ
ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. BJP പറയുന്നതനുസരിച്ചിട്ടാണ്. BJP പറയുന്നതനുസരിച്ച് മാത്രം, RSS പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നിട്ടിപ്പോ ചില ആളുകളെ കൊണ്ട്, ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിപ്പോ LDF കലാപമായി. ഇപ്പൊ CPI പറഞ്ഞു, CPI നേതാവിനെ ചതിയൻ ചന്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPI നേതാവിനെ, ഘടകകക്ഷിയുടെ ഏറ്റവും വലിയ നേതാവിനെ വരെ ചീത്ത വിളിപ്പിക്കുകയാണ്. വേറെ ആളുകളെ കൊണ്ടുവന്ന് ചീത്ത വിളിപ്പിക്കുകയാണ്. എന്നിട്ടിപ്പോ അവര് മുസ്ലിം ലീഗിനെയും പറയാണ്. എന്താണ് മുസ്ലിം ലീഗും അവര് തമ്മിലുള്ള പ്രശ്നം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ SNDPക്ക് SNDS അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. എന്നിട്ടൊരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ്, വല്ല തെറ്റും ചോദിച്ചോ? അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് പറയുന്ന 3 ജില്ലകളിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് ചോദിച്ചു. കിട്ടിയില്ല എന്ന് പറയും. 10 കൊല്ലമായിട്ട് പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്. അപ്പൊ തരാത്തത് അദ്ദേഹമല്ലേ എന്നാണ് ചോദിച്ചത്. ആ ഗവൺമെന്റ് അല്ലേ. ഇനി ആ ഗവൺമെന്റ് വരണം എന്ന് പറയുന്ന ആള് ഇനി ആ ഗവൺമെന്റ് വന്നാൽ കിട്ടുമോ? അതല്ലേ ചോദിച്ചത്. അത് ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെയും കൊണ്ട് പറയിപ്പിക്കുകയാണ്. തുടരട്ടെ, തുടരുന്നതാണ് നല്ലത്, നിർത്തണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നടത്തണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. അതങ്ങനെ നടത്തിപ്പോകട്ടെ. എവിടെ എത്തി നിൽക്കുന്നു? ടീം UDF ആയി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ LDF ആണ് മറുവശത്ത്. ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോട് കൂടി LDF ശിഥിലമായ ടീം UDF സ്ട്രോങ് ആയി നിൽക്കുക. അതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള രാഷ്ട്രീയ വിശകലനം. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി മാറാട് കലാപം മോഡൽ വീണ്ടും കലാപം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതടക്കം വലിയ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് കലാപം ഉണ്ടാക്കാൻ പോകുന്നത് പറയുന്നത്? അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൽ കൂടി വരുന്നത്. കേരളത്തിൽ നിന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അദ്ദേഹത്തിന്റെ കീഴിലല്ല, നടപടി എടുക്കണ്ടേ? എത്ര ഹീനമായ വർഗീയതയാണ് ഈ പറയുന്നത്. വിദ്വേഷത്തിന്റെ പ്രചരണമാണ് നടത്തുന്നത്. സംഘപരിവാർ നടത്തുന്ന അതേ വിദ്വേഷ പ്രചരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആളുകൾ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ സർവ്വ അനുഗ്രഹ ആശംസകളോട് കൂടിയാണ്. ഇതെല്ലാം പറഞ്ഞതിന്റെ പിറ്റേ ആഴ്ചയാണ് അദ്ദേഹത്തെ പോയി പൊന്നാട അണിയിച്ചത്. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി നടക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത്. ഈ വർഗീയ പ്രചരണം മുഖ്യമന്ത്രിയാണോ? ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പുറകിൽ. ഈ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ നാവായിട്ടാണ് വേറെ ചില ആളുകൾ ഇത് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വലിയ പിന്തുണ കൊടുത്തെങ്കിലും അതിന്റെ റിഫ്ലക്ഷൻ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അപ്പൊ ഇപ്പോഴും ഒരു ലാസ്റ്റ് ഹോപ്പായി കൊണ്ടുനടക്കുന്നതാണോ? കേരളത്തിൽ വിദ്വേഷത്തിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ BJPയെ പോലെ CPM ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയാണ് പറഞ്ഞത്. അതിനുശേഷം ഭൂരിപക്ഷ വർഗീയതയായി. എല്ലാം തിരിച്ചടിച്ചു. അതൊരു ആരുമില്ലാത്ത സ്ഥിതിയായി. ഭൂരിപക്ഷം ഒട്ടുമില്ല, ന്യൂനപക്ഷം ഒട്ടുമില്ല എന്നുള്ള സ്ഥിതിയായി. ശബരിമലയും കൂടി കഴിഞ്ഞപ്പോൾ അത് പൂർത്തിയായി. ആഗോള അയ്യപ്പ സംഗമം നടത്തി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഇത് കളവിന്റെ പരമ്പരയല്ലേ 2019 മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ ഓരോ സാധനം പോയതിന്റെ കഥകളാണ് SIT കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. കട്ടിലേമ്മ വച്ചിരുന്ന ശിവരൂപം വരെ അടിച്ചുകൊണ്ട് പോവാണ്. കുറെ കട്ട് കഴിഞ്ഞപ്പോൾ ആരും അറിയുന്നില്ല എന്ന് കണ്ടപ്പോ 2024 വീണ്ടും പൂശ ഇറങ്ങിയതാണ് പുതിയ ദേവസ്വം ബോർഡ്. അപ്പൊ കോടതി പിടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ ഇവർ കൊണ്ടുപോയില്ല. പരമ്പരയാണ്, മോഷണ പരമ്പരയാണ് 2019 മുതൽ നടന്നത്. അതിൽ ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. പങ്കുള്ളത് കൊണ്ടാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ചെയ്തോട്ടെ. നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത് നേരത്തെ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോയതോ ചോദ്യം ചെയ്തതോ ആരും അറിഞ്ഞില്ലല്ലോ. ചെയ്യട്ടെ. അതുകൊണ്ട് അടൂർ പ്രകാശ് കേസിലെ പ്രതിയാവോ? ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ. പിണറായി വിജയൻ SIT ചോദ്യം ചെയ്യണമല്ലോ.
പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന പടം ഉണ്ടല്ലോ. അല്ലല്ല, ആര് അപ്പോയിന്റ്മെന്റ് കൊടുത്ത എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഒരു കേസിൽ ഇപ്പൊ പ്രതിയാ, അയാൾ അന്ന് പ്രതിയല്ലല്ലോ, അല്ലല്ല, അന്നായാലും പ്രതിയല്ലല്ലോ. അതിനേക്കാൾ എളുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അറിയാൻ എളുപ്പം പിണറായി വിജയനല്ലേ. പിണറായി വിജയന്റെ സഹപ്രവർത്തകരാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കയറി ഈ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചത്. എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയാതെയാണ് മുഖ്യമന്ത്രി കൂടെ നിന്നത്. ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ കുറ്റപ്പെടുത്തില്ല. അല്ല കേൾക്ക്, ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അറിയണമെന്നില്ല ഇയാൾ കൊള്ളക്കാരനാണ് അല്ലേ എന്ന്. പക്ഷെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഉള്ളതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യണം. ആ പോറ്റിയുടെ കൂടെ ഉണ്ട്, പോറ്റിയുടെ കൂടെ പിണറായി വിജയനും ഉണ്ട്. ആര് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്താലും എന്താ കുഴപ്പം? അന്നായാലും ഏതെങ്കിലും കേസിൽ പ്രതിയാണ്. അവരെയൊക്കെ എത്ര പേര് കാണുന്നു? 100 കണക്കിന് ആളുകൾ കാണും. അവരെയൊക്കെ എത്ര പേര് കാണും? ഈ UDF എന്ത് സാഹചര്യത്തിലേക്ക് പോറ്റിയോടൊപ്പം പോയി അങ്ങനെ UDF എല്ലാം ചോദിച്ചിട്ടുണ്ടോ? അല്ല, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അന്നായാലും ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളല്ലല്ലോ. അയാൾക്ക് പല ബന്ധങ്ങളും കാണും, പല ആളുകൾ കാണും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം പോയി ആളുകളെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കും. അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, അതൊരു തെറ്റല്ല. ഞാന് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായി സമൂഹ മാധ്യമങ്ങളിലും വലിയൊരു വാർത്ത വന്നു. എന്താണ്? ഒരു വ്ളോഗറെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. ആ വ്ളോഗർ പിന്നീട് സ്പൈ ആയി. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചല്ലോ ആ വിവാദം. മുഹമ്മദ് റിയാസ് തെറ്റുകാരനല്ലാന്ന് ഞാൻ പറഞ്ഞു. സ്പൈ ആണെന്ന് അറിഞ്ഞിട്ടാണോ വ്ളോഗറെ കൊണ്ടുവരുന്നത്? അല്ലല്ലോ, ഒരിക്കലും കൊണ്ടുവരില്ലല്ലോ. പിന്നീട് അയാൾ സ്പൈ ആയി മാറിയതിന് മന്ത്രി എന്ത് തെറ്റിയാണ്? കേരള രാഷ്ട്രീയത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ. ഞാനാ പറഞ്ഞത് റിയാസ് തെറ്റുകാരനല്ല. അന്നത്തോണ്ട് അവസാനിച്ചല്ലോ ആ വിവാദം. അതൊക്കെ മര്യാദ. നാളെ എനിക്കും പറ്റും. കാരണം ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എന്റെ കൂടെ നിന്ന് പണം എടുക്കുന്നുണ്ട്. ചിലവന്മാർ തോളയിലും കൂടി കൈവയ്ക്കുന്നുണ്ട്. ഞാൻ ആകെ ചെയ്യുന്നത് ആ തോളയിലെ കൈ മാത്രം എടുത്ത് മാറ്റലാണ്. നാളെ അവനെ വല്ല സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിലാ വേറെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്താ നിങ്ങളപ്പം ഞാൻ അവന്റെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പണം ഇടൂലേ? എന്ത് ചെയ്യാൻ പറ്റും? ആ തോളയിലും കൂടി കഴിയിട്ട് കഴിഞ്ഞാല് ഭയങ്കര ബന്ധമെന്ന് പറയും നിങ്ങൾ തമ്മിൽ. ഈ ഒരു പരിചയമില്ലാത്ത ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ തോളയിൽ കൈയെടുത്ത് മാറ്റാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമല്ല. കൂടുതൽ സീക്രട്ട് നേതാക്കള് പിടിയിലാവുമെന്ന് കണ്ടതോടുകൂടിയാണോ അല്ല, ഇവര് നാണം കെട്ട് നിൽക്കുവാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വർണം കട്ടതിൽ നാണം കെട്ട് നിൽക്കുവാണ്. അപ്പൊ പിന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റില്ലെന്ന്. സ്വർണം കട്ടത് സീക്രട്ട് നേതാക്കളാണ്. അവര് വേറെ ആരെയും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല. അവരാണ് കട്ടിരിക്കുന്നത്. അവരുടെ 3 നേതാക്കന്മാർ ജയിലിൽ കിടക്കാണ്. ഉറപ്പായിട്ട് വരും. ഞാൻ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പൊ ചോദ്യം ചെയ്യേണ്ടി വന്നില്ലേ SITക്ക്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യേണ്ടി വന്നത്? മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ മാത്രമല്ല, അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും. തെളിവുകളുണ്ടല്ലോ. എന്നോട് പറയാണ് കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് 84 ദിവസമായി. കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഞാൻ ഇതുവരെ തെളിവായി ഹാജരാക്കിയില്ല. ഒന്ന് കടകംപള്ളിയോട് പറയാലോ, കോടതിയിലെ കീറക്കടലാസ് അല്ല തെളിവായിട്ട് ഹാജരാക്കണം. 2, മന്ത്രിയായിരുന്ന MLA ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീഡിങ്സ് ഇത്ര നാളായിട്ട് അറിയില്ലേ? എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് ഹാജരാക്കാൻ പറ്റുമോ? സിവിൽ കോടതിയിൽ എനിക്ക് കൊടുത്തിരിക്കുന്ന കേസിൽ അയ്യോ എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ സിവിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ട് തെളിവ് ഹാജരാക്കും. സിവിൽ കോടതിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിൽ എന്നെ വിളിക്കും, എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ പറയും, ഞാൻ തെളിവുകൾ ഹാജരാക്കും. അപ്പോഴല്ലേ തെളിവ് ഹാജരാക്കാൻ പറ്റുള്ളൂ. ഒന്നും പറയാനില്ലാണ്ട് വിളിച്ചു പോവാണ്. വിളിച്ചു പറയുള്ളൂ, ഉറക്കെ വിളിച്ചു പറയാ. ട്രയൽ തുടങ്ങുമ്പോൾ തെളിവ് ഹാജരാക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം എനിക്ക് അയച്ച നോട്ടീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനത് കണ്ടസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്. അപ്പോഴാണ് 2 കോടി രൂപയ്ക്ക് ഇവിടെ മാനനഷ്ട കേസ് കൊടുത്തത്. കോടതി കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ മാനം 10 ലക്ഷം രൂപ കൊടുത്തത്. കോടതിയിൽ ഇപ്പൊ 10 ലക്ഷം ഉണ്ട്. 2 കോടിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ മറുപടി കൊടുത്തത്. അല്ലെങ്കിൽ അയ്യോ 10 വർഷം ക്ഷമിക്കണം ഞാൻ അറിയാതെ പറഞ്ഞാൽ ഞാൻ പറയില്ലേ? മറുപടിയില്ല. തെളിവുണ്ട്, തെളിവപ്പോൾ ഹാജരായിക്കൊള്ളാം. ഇപ്പൊ തന്നെ ആയല്ല, കുറച്ചും കൂടി അങ്ങനെ നീങ്ങിയ ഞാൻ തെളിവ് ഹാജരാക്കേണ്ടി വരില്ലല്ലോ. ഈ പോലീസ് പത്തനംതിട്ടയിലടക്കം പോലീസിനെ അയച്ചിട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാലോ, പോലീസ് മർദ്ദനം ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്ത് അടിക്കുന്നത് കണ്ടില്ല, ശുചിത്തിനെ മർദ്ദിക്കുന്നത് കണ്ടില്ല.
പോലീസ് എന്തെല്ലാമാണ് ചെയ്യുന്നത്? പോലീസിന്റെ മീതെ ഒരു നിയന്ത്രണമില്ല. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, കേരളത്തിലെ പോലീസ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്.